ഇപ്പം രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തപ്പും. എന്ത് തപ്പും? സത്യം പറ. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്തായിരുന്നറിയോ? അച്ഛാ, ഞങ്ങൾ ജപമാല എടുക്കും. ഞാൻ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ ചേച്ചി പറഞ്ഞ സത്യമാണ്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ മൊബൈൽ. ഇത് പിന്നെ എടുത്ത് അവിടെ ഇരുന്നോണ്ട് തന്നെ കുത്തി, അല്ലേ? ഒരു ദിവസം ആരംഭിക്കാൻ പറ്റിയ സാധനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2026 നീ എടുക്കേണ്ട ചില നിലപാടുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നേരം വെളുക്കുമ്പോൾ തന്നെ കുത്തിയിരുന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇങ്ങോട്ട് നോക്കിയേ, അവിടെ ഇരുന്നുകൊണ്ട് ഈശോക്ക് ഇച്ചിരി നേരം നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കണം. മൊബൈലൊക്കെ ഉപയോഗിക്കാം, അതിനൊരു സമയവും സൗകര്യവും കൊടുക്കണം. അതല്ലാതെ കൊച്ചുവെളുപ്പാൻ കാലത്ത് അവിടെ കുത്തിയിരുന്നുകൊണ്ട് നാട്ടിലുള്ള സകലമാന വാർത്തകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടതും കേട്ടതും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എല്ലാം കണ്ട്, മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ? സത്യം പറ. ഈ മറ്റുള്ളവരുടെ ചിത്രങ്ങൾ, ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ? ഇപ്പൊ ഒരാള് കാറ് വാങ്ങി, നമ്മുടെ അയൽവാസി കാറ് വാങ്ങി ചിത്രം ഇട്ടിരിക്കുന്നു. നമ്മൾ താഴത്ത് കൺഗ്രാജുലേഷൻ എന്നൊക്കെ എഴുതും. സത്യത്തിൽ അത് എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്നതാ? നാണം കെട്ടവൻ. അവന് കാറ് വാങ്ങിയാൽ പോരാ, അവൻ എന്തിനാ ഫേസ്ബുക്കിൽ ഈ പടം ഇട്ടിരിക്കുന്നത്? അവനിതുണ്ടെന്ന് കാണിക്കാനല്ലേ? അല്ലേ? അതേല്ലോ. നമ്മൾ താഴത്ത് എഴുതും വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ മനസ്സിൽ എന്താന്നുള്ളത് നമുക്കറിയാമല്ലോ, അല്ലേ? ഒരുത്തൻ പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അവനും കൂട്ടുകാരും കൂടെ. എന്നിട്ട് അവൻ പടം ഇട്ടിരിക്കുന്നു. താഴത്ത് നമ്മൾ എന്ത് കമന്റ് എഴുതും? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ? എടാ വിവരം കെട്ടവനെ, നീ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിച്ചോ? അത് ഞങ്ങളെ എന്തിനാ കാണിക്കുന്നത്? അതായത് ഈ കൊച്ചു വെളുപ്പാൻ കാലത്തിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കണ്ട് നാട്ടിലുള്ള ആ കഥകൾ, ഈ കഥകൾ, ഇക്ലിക്കഥകൾ എല്ലാം കേട്ട് രാവിലെ ഒരു ദിവസം ആരംഭിക്കരുത്. നിനക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആത്മീയമായ അച്ചടക്കം ഉണ്ടായിരിക്കണം.